യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഇന്നീ സാക്ഷ്യം തുടങ്ങുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള വചനം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണെന്നുള്ള വചനമാണ്. കാരണം ഞാൻ 2022 നവംബർ 19 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് അലീന. അപ്പം എൻ്റെ ചേച്ചിമാർ വഴിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അവർ ആദ്യമേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം OET പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 തവണ ഞാൻ OET എഴുതി, എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ആദ്യമേയൊക്കെ ധ്യാനങ്ങളിൽ അതിന് പോകുമ്പം എന്നോട് പറയും, നീ ഒരു യൂറോപ്യൻ കൺട്രി പോകും, നീ പുറത്തേക്ക് പോകും എന്നൊക്കെ പറയുമ്പം എനിക്ക് ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ ആദ്യത്തെ തവണ എക്സാം എഴുതുമ്പം തന്നെ എനിക്ക് കിട്ടും, കാരണം എന്നോട് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഞാൻ ഉടമ്പടി എടുത്ത അല്ല ഞാൻ OET എഴുതി കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പം ആദ്യം ഉടമ്പടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 4ാമത്തെ തവണ എക്സാം എഴുതുന്നു. അതിന് മുന്നേ ഞാൻ 3ാമത്തെ തവണ എക്സാം എഴുതിയതിന് ശേഷം ഞാൻ കുറച്ച് ഗ്യാപ്പിട്ടാണ് പിന്നെ 4ാമത്തെ തവണ എക്സാം എഴുതാൻ പോയത്. നവംബർ 11 ഞാൻ ഡേറ്റ് എടുക്കുന്നത്. അപ്പം ഡേറ്റ് എടുക്കുന്ന ഈ 2023 നവംബർ 11 ഞാൻ ഡേറ്റ് എടുക്കുന്നത്. ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്കൊരു ചാൻസ് ഇല്ല, കാരണം എൻ്റെ 1 വർഷം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ വീട്ടിലെ ബാധ്യതകൾ കൂടുവാണ്, എൻ്റെ 2 ചേച്ചിമാരെ കെട്ടിച്ചു, ഇനി എൻ്റെ അപ്പനെ അമ്മേനെ നോക്കാൻ ഞാനേ ഉള്ളൂ, എന്തൊരു ഇതിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ ഡേറ്റ് എടുത്ത് പിന്നെ എൻ്റെ അടുത്തുള്ളൊരു കോട്ടയത്ത് തന്നെ ഒരു സെൻട്രലിലാണ് ഞാൻ എടുത്തത്. എല്ലാവരും പറഞ്ഞു അവിടെ എടുക്കണ്ട, അവിടെ എടുത്തിട്ട് കാര്യമില്ല, നീ തോക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മാതാവെ വിശ്വസിച്ച്, എനിക്ക് ദൂരെ പോകാൻ പിന്നെയും പൈസ ഞാൻ ചിലവാക്കണം, ഇതാവുമ്പം എനിക്ക് പെട്ടെന്ന് പോയി വരാം, ഒറ്റയ്ക്കാണേലും പോകാം. അങ്ങനെ ഞാൻ അവിടെയാണ് ഡേറ്റ് എടുത്തത്. അപ്പം ഈ ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാൻ 4ാമത്തെ തവണ എഴുതാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു ഫ്രീ കോച്ചിങ് കണ്ടിട്ട് കോട്ടയത്ത് തന്നെ ഒരു സെൻറ്ററിലാണ് പോയത്. അത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട് ഞാൻ അങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ആകപ്പാടെ ഛർദ്ദിക്കാൻ വരുന്നു, മൊത്തത്തിലൊരു ഇറിറ്റേഷനായിരുന്നു. അങ്ങനെ ഞാൻ വചനം എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇറങ്ങി. എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ഓഫറുകളുടെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കുള്ളത് മാതാവ് തന്നോളും, അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായ ഓഫറുകളുടെ പുറകെ ഒന്നും പോകേണ്ട എന്നുള്ളൊരിതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിന്ന ഹോസ്റ്റലിൽ നിന്നിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഞാൻ തന്നെ പഠിച്ചു. കാരണം ഞാൻ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരാളല്ല, എനിക്ക് ഉറക്കം എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ മടിയാണ്, എന്നെ ആരെങ്കിലും കുത്തിപ്പൊക്കിയാലേ ഞാൻ പഠിക്കുകയുള്ളൂ. പക്ഷേ 3 തവണ ഞാൻ പരീക്ഷ എഴുതിയിട്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ഞാൻ ആ സമയത്ത് രാവിലെ 5:30 മുന്നേ ഞാൻ എഴുന്നേക്കും. ഉടമ്പടി പ്രാർത്ഥനയിലും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഞാൻ 5:30 എഴുന്നേക്കും, ഉടമ്പടി പ്രാർത്ഥനയിലും എന്തേലും പഠിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഉറക്കം വരുവാണെങ്കിൽ ഞാൻ കയറി കിടക്കുകയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഇപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഞാൻ രാത്രിയിലും പഠിച്ചിട്ടേ കിടക്കുകയുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെ എൻ്റെ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ ഒരിക്കലും ചെയ്യാത്ത ഒരാളാണ്. അതുപോലെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾ അത്രയും കുട്ടികൾ ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുമായിരുന്നു രാത്രിയിലിരുന്ന്. ഞങ്ങൾ എന്നിട്ട് അത്രയും പേരോ ഒരുമിച്ചും എൻ്റെ ചേച്ചിമാരും ചേട്ടായിയും ഒക്കെ കൂടി ഒക്ടോബർ 28 ജപമാല റാലി വന്നു കൂടി. എല്ലാവരും അശ്രദ്ധമായി കൂടിയ, പലരും അശ്രദ്ധമായി കൂടുന്നത് കണ്ടു. പക്ഷെ ഞങ്ങൾ അർത്തുങ്കപ്പള്ളി എത്തുന്നോടം വരെ ജപമാല ചൊല്ലിക്കൊണ്ട് മാത്രമാണ് പോയത്. അങ്ങനെ ആ ജപമാല റാലി കൂടി ഞാൻ നവംബർ 11 എക്സാം എഴുതി. ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ആ സെൻറ്ററിന്, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി, അവൾ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ അവൾ എൻ്റെ കൂടെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ റിസൾട്ട് വരുന്നത്, പലരുടെ റിസൾട്ട് ഒരു തിങ്കളാഴ്ചയാണ് വന്നത്, അന്ന് എൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പം ഞാൻ വിശ്വസിച്ചു, മാതാവ് എനിക്ക് ചൊവ്വാഴ്ച ധ്യാനത്തിന് ശേഷം തരാൻ വേണ്ടി ഇരിക്കുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ ചൊവ്വാഴ്ച ധ്യാനം കൂടുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഇപ്പം നോക്കത്തില്ല, കാരണം എനിക്ക് പേടിയാണ്, പക്ഷേ ഞാൻ ഇന്നെൻ്റെ പത്രം മുഴുവൻ കൊടുത്ത് കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഉടമ്പടി ധ്യാനം മുഴുവൻ കൂടി വൈകുന്നേരം ഞാൻ എൻ്റെ ചേട്ടായിനെയും കൂട്ടിക്കൊണ്ട് പാലായി പോയി പത്രം കൊടുത്തു, അവിടെ പോയി കുമ്പസാരിച്ചു. മാതാവിൻ്റെ കപ്പേലയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കി. ഇപ്പോൾ എനിക്ക് 2 Bയും 2 C+ ഉള്ളൂ. എനിക്ക് യു കെ പോകണം, അപ്പം അതിന് ആവശ്യമായ ഒരു സ്കോർ കിട്ടിയില്ല.
പക്ഷേ എൻ്റെ മനസ്സ് ഭയങ്കര ശാന്തമായിരുന്നു. എന്തോ ജയിച്ചൊരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് ആവശ്യമായ സ്കോറും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, എനിക്ക് വേറെ പരാതികളൊന്നുമില്ല, കർത്താവ് തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ നീ എന്നെ ഗൾഫ് കൺട്രീസിലും വിടുന്നില്ല, എവിടെയും വിടുന്നില്ല, യൂറോപ്യൻ കൺട്രി എന്ന് പറയുന്നു, ഇതെവിടെ ഞാൻ ഇനി പോകണ്ടേ? അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയോട് അന്ന് രാത്രി ചേച്ചി വെറുതെ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞ, ഇത് മാൾട്ട സ്കോർ ആണല്ലോ, നിനക്ക് നോക്കിക്കൂടെ എന്ന്. അപ്പോഴാണ് മാൾട്ട ഒരു യൂറോപ്യൻ കൺട്രി ആണ്, അങ്ങോട്ട് പോകാൻ പറ്റും എന്നൊക്കെ ഞാൻ അറിയുന്നതും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴേ ആ ചേച്ചി മാറ്റി പറഞ്ഞു, എന്നാൽ നീ സൗദിക്ക് നോക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അപ്പോൾ പിന്നെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ വിശ്വസിച്ചു. എന്നോട് യൂറോപ്യൻ കൺട്രിയാണ് പറഞ്ഞ്, ഇതാണ് എൻ്റെ സ്കോറ്, ഞാൻ ഇതിന് തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി, മാതാവേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് 7 ലക്ഷം രൂപ എടുത്ത് ഇതിന് പൈസ വേണമായിരുന്നു. എൻ്റെ കയ്യിലോ എൻ്റെ അമ്മയുടെ കയ്യിലോ ആരുടെയെങ്കിലും ഒരു മൊട്ടുകമ്മിൽ പോലും പണയം വെക്കാൻ ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യത്തെ തവണ 58,000 രൂപ അടക്കണമായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവളെനിക്ക് പൈസ ഇട്ട് തന്നു. ഞാൻ ആദ്യം അതടച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് വേണം 2 ലക്ഷം രൂപ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. അതിനുശേഷം എനിക്കൊരു 3-10 അത്രത്തോളം എടുത്ത് എനിക്ക് കൊണ്ടുപോകാൻ വേണം. പക്ഷേ അതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് 5 ലക്ഷം രൂപ എടുത്ത് കൊണ്ടുപോകാൻ വേണം. അങ്ങനെ 2 ലക്ഷം രൂപ എൻ്റെ അമ്മയുടെ കോളേജിൽ ഒരു ചേച്ചി 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം പടയാൻ വെക്കാൻ തന്നു. പോരാത്ത എൻ്റെ ആൻറ്റി എൻ്റെ കസിനും അവരുടെ കഴുത്തേ കിടന്നതും കയ്യെ കിടന്ന് ഊരിത്തന്ന് 2 ലക്ഷം രൂപ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ച് ഞാൻ എൻ്റെ വിസ ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്തു. അതിന് മുന്നേ ഒരു ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത്. റൈൽസ് ട്യൂബിൻ്റെ എങ്ങനെ ഫീഡ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസിനൊന്നും എനിക്ക് ആൻസർ പറയാൻ പറ്റാത്ത ഞാനായിരുന്നു. എനിക്ക് അന്നേരം ഇംഗ്ലീഷ് ഒന്നും വരുന്നില്ല. പക്ഷേ എൻ്റെ വിസ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന അത് ഈ മാൾട്ടയ്ക്ക് പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി അത് കംപ്ലീറ്റ് പോകും. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ കൃപാസനത്തിൽ വരാനിരുന്നതാണ്. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം ഏപ്രിൽ 12 എൻ്റെ ഇൻ്റർവ്യൂ നടക്കുമെന്ന് പറഞ്ഞു. അന്ന് അമ്മയും ചേട്ടായിയും എൻ്റെ ഒരു വേറെ സുഹൃത്ത് ഉടമ്പടി എടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയും വന്നു. വൈകുന്നേരം ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഉടമ്പടിക്ക് കൃപാസനത്തിൽ വന്നവർ തിരിച്ചു വന്നിട്ട് ചേട്ടായി ഒരു മാതാവിൻ്റെ രൂപം പുതിയതായിട്ട് വാങ്ങിച്ചത് എൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, നീ മാതാവിനെ നോക്കി പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ കാശുരൂപം കൈ പിടിച്ച് ഞാൻ മാതാവിനെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ 3 മണിക്ക് കയറിയിരുന്നു എൻ്റെ 6 മണിയുടെ ഇൻ്റർവ്യൂവിന്. പക്ഷേ ഇവർ പറയുന്ന 3/4 മണിക്കൂർ 30 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ കയറിയിരിക്കണം എന്ന്. കയറുന്നതിന് തൊട്ട് മുന്നേ വരെ എൻ്റെ ഫോൺ സ്റ്റക്കായി പോവുമായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായി, മാതാവ് ഇത് ഓഫായി പോവുകയാണെങ്കിൽ ഞാൻ എന്നാ ചെയ്യും? കാരണം അവർക്ക് കാണിക്കും, ലോബി ഈസ് വെയിറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അന്നേരം എന്ത് ചെയ്യും ഇത് എന്നെ കാണിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞ് കറക്റ്റ് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിൻ്റെ 1 മിനിറ്റ് മുന്നേ എൻ്റെ ഫോൺ പിന്നെയും ബ്ലോക്കായിപ്പോയി. OTP ചോദിക്കുന്നു. ഞാൻ വേഗം OTP ഒക്കെ അടിച്ചു കൊടുത്ത് വേഗം കയറിയതേ. അവരെന്നോട് ഇങ്ങോട്ട് സോറി പറഞ്ഞാണ് വരുന്നത്. സോറി ഫോർ ദ ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് പറഞ്ഞാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞ് പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കര കാരണം ഞാൻ ഒരാളോട് ഫ്രീ ആയിട്ട് സംസാരിക്കും പോലെ അത്രയും ഫ്രീ ആയിട്ടാണ് ആ സാറിനോട് സംസാരിച്ചത്. അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടി. അപ്പം ആ സമയത്ത് പോലും എനിക്ക് ഈശോയെ പറ്റി പറയാൻ പറ്റി അവരോട്. ഞാൻ പറഞ്ഞു, ഈ സമയത്ത് സ്പിരിച്വാലിറ്റിയെ പറ്റി പറയുന്ന തെറ്റാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഈശോയുടെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ അവരോട് പോലും ഇൻ്റർവ്യൂക്ക് സംസാരിച്ചത്. അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് തിങ്കളാഴ്ച ദിവസം എല്ലാവരും വിസ വന്നു എന്ന് പറഞ്ഞ് വന്നു. എൻ്റെ വന്നില്ല. എന്നിട്ട് അപ്പം ഞാനൊന്ന് പേടിച്ചു. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച ധ്യാനം കൂടിയിട്ടേ ഞാൻ എൻ്റെ ഏജൻസിയിലോട്ട് ചോദിക്കത്തുള്ളൂ എൻ്റെ വിസ വന്നോന്ന്. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ധ്യാനം കൂടി കഴിഞ്ഞതേ ഞാൻ ഏജൻസിയിലെ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി വിസ വന്നോ? അപ്പോൾ പറഞ്ഞു വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 3 ദിവസം മുന്നേ മെയിൽ വന്നതാണ്. അപ്പം അവർ പറഞ്ഞു വന്നിട്ടില്ല, പക്ഷെ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവരെൻ്റെ വിസ എനിക്ക് അയച്ചു തരാം. കാരണം അവർ കണ്ടില്ലായിരുന്നു ആ വിസ വന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യവും കൂടെ ഉണ്ടായിരുന്നു. ആ പൈസ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് എനിക്ക് അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് എന്നിട്ട് പറഞ്ഞു, ഈശോയെ ഇത്രയും നീ എനിക്ക് ചെയ്തു തന്നു, ഇനിയും നീ എനിക്ക് ചെയ്ത് തരുമെന്ന് എനിക്കറിയാം.
പക്ഷെ ഞാനായിട്ട് ഇറങ്ങി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ എന്നോട് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥനയിൽ പറഞ്ഞു. അന്നത്തെ വിശുദ്ധ ബലി അർപ്പണത്തിൽ പറഞ്ഞു. അപ്പോൾ ആണെങ്കിൽ ആ സമയത്ത് അവിടെ വരേണ്ട ആ ചേച്ചിയല്ല, ആ ചേച്ചി അവിടെ അത് വന്നു കഴിഞ്ഞ് ഞാനും പെട്ടെന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയും പോലെ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങ് ഊരിക്കുക, എനിക്ക് കുറച്ച് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നിനക്ക് എന്നെ എത്ര ആവശ്യം, നീ എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് പോകാനുള്ളതൊക്കെ ആയി, പക്ഷെ ഇത്രയും രൂപയും കൂടെ വേണം. എന്നോട് എന്തായാലും പറഞ്ഞു, ഓൾറെഡി എൻ്റെ അമ്മ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ചേച്ചി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കാതെ, നീ ഇനി ആരോടും അന്വേഷിക്കണ്ട, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നോളാം, സ്വർണ്ണമായിട്ട് എൻ്റെ കയ്യിലുള്ളൂ, പക്ഷെ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് 4 ലക്ഷം രൂപ മേലെ പണയം വെക്കാനുള്ള സ്വർണ്ണം ആ ചേച്ചി എനിക്ക് എടുത്തു തന്നു. എനിക്ക് പോകാനുള്ളതും ചിലവിനുമായിട്ടുള്ള എല്ലാ പൈസയും അതിൽ നിന്ന് കിട്ടി. അത് പോരാണ്ട് ചിലവിന് എനിക്ക് വേറെ പൈസ എൻ്റെ സുഹൃത്ത്, എൻ്റെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അന്ന് രാത്രി എന്നെ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല, ജർമ്മനി പോയേ പിന്നെ അവൾ. പക്ഷെ അന്ന് അവൾ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എടി ഞാനിതുപോലെ മാൾട്ടയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അവൾക്ക് ഞാനിങ്ങനെ അവളുടെ ജർമ്മനിയിലോട്ടുള്ള പോക്ക് താമസിച്ചപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു, നീ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്, പ്രാർത്ഥിക്കുക. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ ഇടുമ്പോൾ അവളുടെ ഓരോ കാര്യം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് ചിലവിനുള്ള പൈസ ഞാൻ തന്നോളാം കേട്ടോ, നിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വേണ്ട. പക്ഷെ അവൾ, നീ എനിക്ക് വേണ്ടി കുറച്ചെങ്കിലും പ്രാർത്ഥിച്ചതല്ലേ, ഞാൻ തന്നോളാം, നീ എനിക്ക് തിരിച്ചു തരുമൊന്നും വേണ്ട, എന്നെ നിനക്ക് തിരിച്ച് തരണമെങ്കിൽ നിനക്ക് ജോലി കിട്ടി എന്നേലും ഉള്ളപ്പോൾ നീ തന്നാൽ മതി എന്ന് പറഞ്ഞ് അന്ന് രാത്രി വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അന്ന് രാത്രി എനിക്ക് 35,000 രൂപ അവൾ ഇട്ട് തന്നു. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചപ്പോൾ എനിക്ക് ആ പൈസ മുഴുവൻ എടുക്കേണ്ടി വന്നു. ഞാൻ ഓർത്തു, മാതാവ് എനിക്ക് തന്നോളും, ഞാൻ എൻ്റെ ചാച്ചന് വേണ്ടി അത് എടുത്തെന്ന് വെച്ചിട്ട് എനിക്കത് ഒരു ദോഷവും ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ ആ പൈസ മുഴുവൻ എൻ്റെ ചാച്ചൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ വേറൊരു ഫ്രണ്ട്, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുണ്ട്, എനിക്ക് അവരിൽ നിന്ന് കിട്ടിയ, കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് ചെയ്തു തരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ വേറൊരുത്തിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പോകാനായി, കുറച്ച് പൈസ വേണം. അവൾ എനിക്ക് 25,000 രൂപ അവളുടെ സാലറി ഇട്ട് തന്നു. അങ്ങനെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും, എനിക്കിപ്പം മിച്ചം പൈസയുള്ളൂ എൻ്റെ കയ്യിൽ, എല്ലാ ആവശ്യങ്ങളും കഴിയും. ഇനി അടുത്ത ദിവസം എനിക്ക് 5 ലക്ഷം രൂപ അടച്ചാൽ പോലെ എൻ്റെ കയ്യിൽ മിച്ചം പൈസയുണ്ട്. അങ്ങനെ ഞാൻ ഈ ജൂൺ 8-ാം തീയതി മാൾട്ടയ്ക്ക് പോവുകയാണ്. എൻ്റെ ഒപ്പം OET എഴുതി UK സ്കോർ കിട്ടി ഒരു കുട്ടികൾ പോലും പോയിട്ടില്ല. പക്ഷേ ആ സമയത്ത് നിരാശയായിട്ടിരുന്നെങ്കിൽ പോലും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം പോകുന്നത് ഞാനാണ്. അത് മാൾട്ടയ്ക്ക് പോവുകയാണ് ഞാൻ. അങ്ങനെ ദൈവം എന്നെ ഒത്തിരി സഹായിച്ചു. പിന്നെ ഞാൻ 18 വയസ്സ്, എനിക്ക് നേരത്തെ തൊട്ട് ഞാൻ സ്കൂട്ടർ ഓടിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ലൈസൻസ് എടുക്കാൻ നല്ല തടസ്സമായിരുന്നു. 4-5 വർഷമായിട്ട് എനിക്ക് അതിനു വേണ്ടി ഒന്നെങ്കിൽ പൈസ മുഴുവൻ കിട്ടും, പക്ഷേ എന്തെങ്കിലും കുറച്ച് പൈസയുടെ ഇഷ്യൂ കാരണം ഞാൻ എടുക്കത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ലൈസൻസ് എടുക്കണം, കാറ് പഠിക്കണം എന്ന്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് 5,000 രൂപ ഇട്ട് തന്നു. 2,000 രൂപ ഞാൻ ചോദിച്ചിട്ടാണ്, പക്ഷെ 3,000 രൂപ അവൾ കൂടുതൽ ഇട്ട് തന്നു. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഇതെനിക്ക് സമയമായിട്ടാണോ, മാതാവ് എനിക്ക് ഇട്ട് തന്നതാണോ എന്നുള്ള രീതിക്ക് ഞാൻ അവളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇത് ബാക്കി നീ നിൻ്റെ ചിലവിനെടുത്തോ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ലൈസൻസിന് അത് കൊണ്ടുപോയി കൊടുത്തു. പഠിക്കാൻ വേണ്ടി 350 രൂപ വെച്ച് വേണമെങ്കിലും എൻ്റെ കയ്യിൽ 100 രൂപ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എനിക്ക് ഡ്രൈവിങ് പഠിക്കാൻ പറ്റി. അതിലേറ്റവും അത്ഭുതം, ഞാൻ ചെന്ന ആ കാറയിൽ ഡ്രൈവിങ് പഠിക്കാൻ കയറിയതും ഒരു അക്രൈസ്തവയായ ചേച്ചിയുടെ വണ്ടിയായിരുന്നു. പക്ഷേ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും അതിലൊരു കൊന്തയും ഇട്ടിട്ടുള്ള ഒരു കാറായിരുന്നു അത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ മാതാവായിട്ട് കൊണ്ടെത്തിച്ചതാണ്. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചി ആ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും, ഞങ്ങൾ ആ ചെല്ലുന്ന സമയത്ത് ആ ഗ്രൗണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും, കൂടെ നിൽക്കുന്നവരോട് മാതാവിനെ പറ്റി ആ സമയത്ത് പറയുകയും എല്ലാം ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്ക് ലൈസൻസ് കിട്ടി. അതെൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ ഈ കൃപാസനത്തിലൊക്കെ വന്നിട്ട് പോകുമ്പോൾ എൻ്റെ ചേട്ടായി എന്നെ തിരിച്ച് വണ്ടിയൊക്കെ ഓടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തികൾ, അത് ഞാൻ ആദ്യം വൃദ്ധസദനങ്ങളിൽ പോവുക, അമ്മമാരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പത്രം കൊടുക്കാൻ രോഗികളെ കാണാനൊക്കെ പോകുമായിരുന്നു. അപ്പം ചേച്ചി ദുബായി പോയ സമയത്ത് ചേച്ചിയുടെ കൊച്ചു വീട്ടിലായി. അപ്പോൾ എനിക്ക് പിന്നെ അതിനുള്ള സമയം കിട്ടുന്നില്ല. അവരുടെ ആവശ്യ സമയത്ത് എനിക്ക് എത്താൻ പറ്റത്തില്ല. ഞാനിപ്പം അവനെ അംഗൻവാടിയിലൊക്കെ വിട്ടിട്ട് ചെല്ലുമ്പോഴേക്കും അപ്പോൾ എനിക്ക്
ഈ സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു അനുഗ്രഹമാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ജോസഫ് അച്ഛൻ്റെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നു, ഈശോ പോലും ഈശോയുടെ വേദനയുടെ സമയത്ത് ഒരു ആശ്വാസം തേടിയിരുന്നു. ശിഷ്യന്മാർ ഉറങ്ങിയ സമയത്ത് പോലും ഈശോ ചോദിച്ചു. അപ്പം എന്നെ അത്രയും ജീവിതം തകർന്നിരുന്ന ആൾക്കാർ വരെ വിളിച്ചിട്ടുണ്ട്. അതിലൊരു ചേച്ചി ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പം ആ ചേച്ചി മനസ്സ് വളരെ ശാന്തമായി. ആ ചേച്ചി ഒരുപാട് തവണ മരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ആ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായും ഞാനും മാതാവിനോട് എപ്പോഴും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടും എൻ്റെ ഉടമ്പടി നിയോഗത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ കാര്യം. അങ്ങനെ ആ ചേച്ചി ഒരുപാട് മനസ്സ് ശാന്തമായി ഇപ്പം മാതാവിലും ഈശോയിലും വിശ്വസിച്ചു. ആളൊരു അക്രൈസ്തവയാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഇപ്പം ഞാൻ ഫോൺ അധികമായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ യൂസ് ചെയ്യുമ്പം എന്നോട് മിണ്ടാത്ത കൂട്ടുകാർക്കാണെങ്കിലും ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കും. അപ്പം മെസ്സേജ് അയക്കുമ്പോൾ അവർ പറയും COSന് വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സിങ്ങിൻ്റെ ലേറ്റ് ആണെന്നൊക്കെ പറയുമ്പം ഞാൻ പറയും നിങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒത്തിരി കാര്യം ആ ടൈമിൽ പറഞ്ഞു കൊടുത്ത് ഒരു 2 ദിവസത്തിനുള്ളിൽ അവരെന്നോട് പറയും 5-6 മാസമായിട്ട് വെയിറ്റ് ചെയ്യുന്ന COS ആയിരിക്കും, എടി COS വന്നു എന്ന് പറഞ്ഞ് അവരെനിക്ക് മെസ്സേജ് അയക്കും. പിന്നെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത്രയും അത് പ്രാർത്ഥിച്ച് മാത്രമേ അത് കൊടുക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് കൊടുക്കാൻ ഭയങ്കര വിഷമമാണ്. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര വഴി നിന്നോ ഇരുന്നോ എങ്ങനെ വേണേലും ഞാൻ അവർക്ക് ആ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ടേ ഞാൻ പത്രം കൊടുക്കത്തുള്ളൂ. ചുമ്മാ എന്നാന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തന്നെ ഒരു വിഷമമാണ്. പോയിട്ട് വന്നാൽ പോലും ഞാനത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പത്രം മേടിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ അതുപോലെ തന്നെ രോഗികൾ ഈ ഉപ്പും തൈലവും ഉപയോഗിച്ചിട്ട് ഞാൻ കൊടുത്ത ഒരുപാട് പേർക്ക്, ഒത്തിരി പേർക്ക് അത് സൗഖ്യം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു 2-3 അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ OET പഠിക്കുന്നതിൻ്റെ അടുത്ത 4ാമത്തെ തവണ എഴുതുന്നതിന് മുന്നേ ധ്യാനം കൂടാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധ്യാനം കൂടാൻ പോയി ആ ബ്രദറിൻ്റെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് നഴ്സിങ്ങിന് പോയത് പോലും. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാണ് ബ്രദറിനെ. അന്നേരം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് 4ാമത്തെ ദിവസം പരിശുദ്ധാത്മാഭിഷേക ധ്യാനത്തിൻ്റെ സമയത്ത് ബ്രദറിന് ഒട്ടും ഒച്ചയില്ല. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പുറകെ വന്നിരുന്നപ്പോൾ ബ്രദറിന് ഒച്ചയില്ല. അപ്പോൾ ബ്രദർ എന്നോട് വിളിച്ചു പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്കണം, എനിക്ക് ഒട്ടും സൗണ്ടില്ല, 10 മണിയാകുമ്പം പരിശുദ്ധാത്മാഭിഷേക ക്ലാസ് ഉണ്ട്, ക്ലാസ് തീരുന്ന ദിവസം അതിന് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നൊരു സമയമാണ്. ബ്രദറിന് എന്നോട് മിണ്ടുന്ന സമയത്ത് ബ്രദറിൻ്റെ ഒച്ച ആകെ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, എടി നീ ബാഗിലകത്ത് ഉപ്പും തൈലവും ഉണ്ട്, നീ എടുത്ത് തൂത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഉപ്പ് കൊടുത്തു, തൈലം തൂത്ത് കൊടുത്തു, തൊണ്ടയിലും തൂത്ത് കൊടുത്തു, നെറ്റിയിലും തൂത്ത് കൊടുത്തു. അങ്ങനെ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ വിശുദ്ധ ബലിയിലും വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ 3 മണിക്കൂർ സമയമുണ്ട്, മാതാവ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം, പക്ഷേ ധ്യാനം ഞങ്ങൾക്ക് മിസ്സാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ബ്രദറിനും മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ബ്രദർ പറഞ്ഞു, ആദ്യം തന്നെ ഒരു സാക്ഷ്യത്തിലൂടെ തുടങ്ങാം, കൃപാസനം മാതാവേ നന്ദി എന്ന് പറഞ്ഞാണ് ആ ധ്യാനം ബ്രദർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. ബ്രദറിൻ്റെ ഒച്ച നല്ല സൂപ്പറായിട്ട് തെളിയും. ബ്രദർ നല്ല രീതിക്ക് ആ ക്ലാസ് എടുക്കും. ഒരുപാട് രോഗികൾക്ക് ആ ക്ലാസ്സിൽ സൗഖ്യം കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് അവന് രാത്രി ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമയായിരുന്നു. അപ്പം അവനാണെങ്കിൽ ഇങ്ങനെ രാത്രി 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ നെഞ്ച് തല്ലി ചുമച്ചിട്ട് അവൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അവനെ നോക്കി കരയുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഉപ്പും തേനും പ്രാർത്ഥിച്ചിട്ട്, മാതാവേ ഇതിപ്പോൾ മാറ്റി കൊടുക്കണം, എനിക്ക് കാണാൻ പറ്റത്തില്ല, അപ്പോൾ അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ വിഷമം എന്നായിരിക്കും എന്നിങ്ങനെ ചോദിച്ചു. ആ ഉപ്പും തൈലവും കൊടുത്തു. അതിൽ പിന്നെ അവൻ അങ്ങനത്തെ ഒരു ചുമയുണ്ടായി ഞാൻ കണ്ടിട്ടില്ല. അവന് 3 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു വയറുവേദന എടുത്ത് വല്ലാണ്ട് പൊളഞ്ഞിരുന്ന ചേച്ചിയായിരുന്നു. ആ ചേച്ചിക്ക് ഇതുപോലെ ഉടമ്പടി തൈലവും തേൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ചുമ്മാ ഒന്ന് ഇരുന്നിട്ട് നിവർന്നത് ആ ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ വേദന പോയടി, എനിക്ക് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പിന്നെയും ചോദിച്ചു, ശരിയാണോ, കള്ളം പറയല്ല എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, പക്ഷേ എൻ്റെ വേദന പോയി എന്ന് പറഞ്ഞ് ആ ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്. അത് ഒരുപാട് അത്ഭുതങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ കലഹങ്ങൾ നിറഞ്ഞ വീടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒത്തിരി സമാധാനം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എനിക്ക് വന്നൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ ദേഹമൊക്കെ അങ്ങ് വല്ലാണ്ട് കുളിര് വരും. പിന്നെ പള്ളിയിലോട്ടങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങ് കരച്ചിൽ വരാൻ തുടങ്ങും. ദേഹം മുഴുവൻ വൈബ്രേഷൻ അടിച്ച് ഭയങ്കരമായിട്ട് കരച്ചിൽ വരാൻ തുടങ്ങും. യൂഷ്വലി ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്, പള്ളിയിലൊക്കെ പോകാനാണല്ലോ. പക്ഷെ ചെന്ന് കഴിഞ്ഞ് എന്നെ വല്ലാണ്ട് ആരോ മുറുക്ക കെട്ടിപ്പിടിക്കുന്നൊരു ഫീലാണ് എനിക്ക്. അപ്പം അത് പോരാണ്ട് കുമ്പസാരം, ഞാൻ ചെയ്യുന്ന പാപം വലുതോ ചെറുതോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ കുമ്പസാരിക്കുമ്പം അനുദപിച്ച് മാത്രമേ എനിക്ക് കുമ്പസാരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു കുമ്പസാരത്തിന് ചെന്ന് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ സമയത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും 2 നല്ല ഭാഗ്യങ്ങളാണത്. ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും ചിലപ്പോഴൊക്കെ ദൈവത്തെ വല്ലാണ്ട് അനുഭവിച്ചറിയാനും